റെസിഗ്നേഷൻ കൊടുക്കരുത്, മറ്റേ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് മാറ്റിവെച്ചത്. പിന്നെ മെയ് 12 നമ്മളുടെ EC മീറ്റിങ്ങിലാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു രാജിക്കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു എല്ലാവരുടെയും മുമ്പിൽ. അപ്പോൾ അവർ പറഞ്ഞു പേഴ്സണലും പ്രൊഫഷണൽ റീസൺ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇനി അവരൊരു EC മെമ്പറാണ്, അവർക്ക് അറിയാം ദാറ്റ് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അമ്മയിൽ പറയാം. അല്ല ജനറൽ ബോഡി, നമ്മുടെ ഏറ്റവും വലിയ കോടതി എന്ന് പറഞ്ഞാൽ ജനറൽ ബോഡിയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ ഇത്രയും ബ്യൂട്ടിഫുള്ളായ നമ്മുടെ മെമ്പേഴ്സിന് വേണ്ടി ഒരു വെൽഫെയർ നടത്തുന്ന സമയത്ത്, ഐ ക്യാമ്പ് നടത്തുന്ന സമയത്ത് സൈമിൾട്ടേനിയസ്ലി നമ്മളിവിടെ നമ്മുടെ മെമ്പേഴ്സ് വന്നപ്പോഴാണ് ഇതെല്ലാം അറിയുന്നത് ദാറ്റ് ഇങ്ങനത്തെ ഒരു അൻസിബ പോയത്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ജാനുവരിയിൽ ഞാൻ ഇപ്പോൾ അൻസിബേൻ്റെ എല്ലാം മെയിൽസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിൻ്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി ടോമിൻ്റെ മുകളിലല്ല, അത് വേറെ ഒരു EC മെമ്പറിൻ്റെ മുകളിലാണ്. പക്ഷേ അന്ന് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേൻ്റെ ഒരു ഇതിലല്ല വരുന്നത്, ബിക്കോസ് ആ കംപ്ലയിൻറ്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായി പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അൻസിബ ഒരിക്കലും അമ്മയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരാതി ടിനിച്ചേട്ടൻ്റെ അല്ല. മെയ് 12 ആ കുട്ടി വന്നില്ല. മെയ് 2 ആ കുട്ടി വന്നത് മാർച്ച് 2 ലാസ്റ്റ് EC മീറ്റിംഗ് മാർച്ച് 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. നമ്മളുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിങ്ങിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്, അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലയിൻ്റ് ഉണ്ട്. നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ആ കംപ്ലയിൻറ്റ് വേറെ എന്തോ ആണ്. അത് ഞാൻ പറഞ്ഞില്ലേ, പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിൻ്റെ കൂടെയുള്ള ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻറ്റ്സ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ അമ്മേ അല്ല. നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തതാണ്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത് നിങ്ങൾ വഴി. നമ്മളിവിടെ ഇല്ല. 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. ദാറ്റ് 1:30 മണിക്കാണ് ഈ കംപ്ലയിൻറ്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലിൽ അമ്മയുടെ. അത് നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ 2 o'clock ഒരു മെയിൽ വന്നിട്ടുണ്ട്, 2 മണിക്ക് ഷാർപ്പ്. യെസ്, അത് 2 മണിക്ക്. യെസ്, 2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു 2 മണിക്ക്. അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വഴി വെരി സാഡ് തിങ് ഈസ് ഈ ECയിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബൈലോൻ്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേൻ്റെ ഓരോ കാര്യങ്ങളും അമ്മേൻ്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ.
അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് മീഡിയ. സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23rd. അപ്പോൾ വൈ നോട്ട് ബിഫോർ ദിസ്? വൈ ഓൺലി ടുഡേ? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പറാണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിൻ്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളുമൊക്കെ ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ കാര്യങ്ങളോ ഈ അടുത്ത കാലത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേൻ്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് സൊല്യൂഷൻസും എടുത്തിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ ഇനിയും ചർച്ചകളിൽ ബാക്കിയുണ്ട്. ഈ അൻസിബ പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് ഈ പല കാര്യങ്ങളും ഈ ഫിംബറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ ഭയങ്കര അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാർ? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബൻ്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പോൾ പറഞ്ഞത്, അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നീനാക്കുറിപ്പിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി, പ്രത്യേകിച്ച് നീനാക്കുറിപ്പ്. നമ്മൾ ഇന്ന് ഐ ക്യാമ്പിലായിരുന്നു. അതിൻ്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇത് ഇരുന്നത്? ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഐ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ യെസ്. അതിൽ ലക്ഷ്മി പ്രിയൻ്റെ കാര്യമുണ്ട്, ടിനി ടോമിൻ്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം അൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം, ലീഗലി വിത്ത് അവർ എന്താ പറയുക, നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ബാങ്ക് വഴി തന്നെയാണ്. അപ്പോൾ ഹൗക്കം അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു, അത് ആ കുട്ടി ഉന്നയിച്ച ഒരു കാര്യമാണ്. പക്ഷേ അതൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമല്ല പറഞ്ഞത്. ആ കുട്ടീൻ്റെ അഭിപ്രായം പറഞ്ഞു. ഏത്? കുറച്ച് ആൾക്കാർക്ക് എല്ലാവരും കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ മെജോറിറ്റി, അതുകൊണ്ടല്ലേ നമ്മളുടെ ടൈറ്റിൽ സ്പോൺസർ ഒരു അമ്പലമായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി ഈ ജനറൽ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ആക്ഷേപം നേരത്തെ വരുന്നുണ്ട്. ആരോപണം പ്രസിഡന്റിനുണ്ടോ? അത് എനിക്ക് തോന്നുന്നു ടിനി ടോം വ്യക്തിനോട് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ബൈലോ പ്രകാരം നമ്മളെ ഇതുവരെ തെറ്റിദ്ധരിപ്പിച്ച ഒരിതാണ് ദാറ്റ് പ്രസിഡൻറ്റ് ഒരു നോക്കുത്തിയാണ്, ഒരു സ്റ്റാമ്പാണ്. പക്ഷേ അങ്ങനെയല്ല. പ്രസിഡൻറ്റ് തന്നെയാണ് ദ ഹെഡ് ഓഫ് ദ ഹോൾ തിങ്. ജനറൽ സെക്രട്ടറി പണ്ട് ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ 25 വർഷം ഈ സ്ഥാപനം, അല്ലാതെ അമ്മ അസോസിയേഷൻ നയിച്ചത്, അതും ബ്യൂട്ടിഫുള്ളി ആയിട്ട്. അപ്പോൾ ആ ഒരു ആളുടെ സാക്രിഫൈസ് നമ്മൾ ഇത്രയും ഒരു എന്താ പറയുക, ഒരു തമാശ രൂപേണ എല്ലാവരും വിചാരിക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്, എല്ലാം അല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദാറ്റ് ഇന്നസെൻ്റ് അങ്കിളും മോഹൻലാലും പോലെ പ്രസിഡൻറ്റ് ഇരുന്നപ്പോൾ അവർ ജസ്റ്റ് ഒരു സ്റ്റാമ്പായിരുന്നു? അതേ ബൈലോയിൽ തന്നെയല്ലേ ഞാനും വരുന്നത്, അല്ലാതെ നമ്മളുടെ ഈ ഒരു ഭാരവാഹിത്വം വരുന്നത്. ജെൻഡറായിട്ട് നമുക്ക് സംസാരിക്കേണ്ട. പിന്നെ ഇത് ഇപ്പോഴല്ലേ മീഡിയേൻ്റെ ഇത്ര അറ്റൻഷൻ വന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊരു കുറവൊന്നുമില്ല, യുദ്ധത്തിനൊരു കുറവുമില്ല. വാക്കാല മാത്രമേ ഉള്ളൂ. ഈ അമ്മ സംഘടനയുള്ള പല ഏതുമാ
സെയിം ടൈം വന്നൊരു ഗുരുതര ആരോപണമാണ്. അതായത് അദ്ദേഹം മതപരമായിട്ട് അൻസിബയെ കളിയാക്കി, ലൈക്ക് ഒരു ജിഹാദി എന്ന രീതിയിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ബാക്കി എല്ലാവരും മണ്ടന്മാരായിരിക്കണത് ഈ മീറ്റിങ്ങിൽ? പിന്നെ അതാണ് ഗുഡ്, താങ്ക് യു, അറ്റ്ലീസ്റ്റ് യു നോ ദാറ്റ്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ അൻസിബ ഈ അമ്മ സംഘടനയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ തന്നെ ഉന്നയിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ ടിന്നിട്ടോ അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോൾ ഈ പൊതുമധ്യത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുവന്നത് ഇനിയിപ്പോൾ എന്തായിരിക്കും അമ്മയുടെ നടപടിയും കാര്യങ്ങളും ഉണ്ടാവുക? അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കാൻ പോകുന്നത്. അൻസിബയ്ക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള എന്തിനാ എതിര് അൻസിബേനെ നമ്മൾ കേൾക്കും ഓട്ടോമാറ്റിക്കലി, ദാറ്റ്സ് ആർ ഡ്യൂട്ടി. നമ്മുടെ മെമ്പറല്ലേ, വി വിൽ റെസ്പെക്ട് ഹർ, വി വിൽ ലിസൺ ടു ഹർ. ഇന്ന് ചേർന്ന കമ്മിറ്റിയിൽ ഈ പരാതി ഒരു കമ്മിറ്റിയും ചേർന്നിട്ടില്ല. നമ്മളിതാ ഒരു ക്യാമ്പ് കഴിഞ്ഞു, നാളെ അടുത്ത സെക്കൻഡ് ഡേ ക്യാമ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും രാവിലെ വന്ന് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. സോ അതിന് നിങ്ങൾ ഇങ്ങനെ ഒരു ന്യൂസിൽ ഡൈല്യൂട്ടായി പോയി, അത് സങ്കടം, ആ ഒരു സങ്കടമേ ഉള്ളൂ, അതൊന്നുമില്ല. ബിക്കോസ് നമ്മളുടെ മെമ്പേഴ്സിന് വെൽഫെയറിന് വേണ്ടി, അവരുടെ സ്പൗസസിന് വേണ്ടിയിട്ട് ഇസാറ പ്രീമിയം ഐ കെയർ ഹോസ്പിറ്റൽ ഇത്രയും നല്ലൊരു മഹത്തായ കാര്യം നമ്മുടെ കൂടെ അമ്മ അസോസിയേഷൻ്റെ കൂടെ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു ഇതിൽ ഡൈല്യൂട്ട് ചെയ്ത് ഇതൊരു ഒരു ഒരു പ്ലാൻഡ് മൂവാണ്. സാധാരണ ഒരു പരാതി വന്നാൽ ഇനിയിപ്പോൾ എന്തായിരിക്കും നടപടി? ഒരു സമിതി രൂപീകരിച്ച് അന്വേഷിക്കുക അങ്ങനെ? അല്ല, ഇനി നമ്മൾ വിചാരിച്ചു EC തന്നെയാണ് എല്ലാം ECൻ്റെ മുമ്പിൽ തന്നെ എല്ലാം വരട്ടെ. ഇനിയിപ്പോൾ അടിയന്തരമായ ഏതെങ്കിലും യോഗം ചേരുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ഇത് ഐ കെയർ ഹോസ്പിറ്റൽ ഇതാണ്, പിന്നെ അടുത്ത് നമ്മുടെ ജനറൽ ബോഡിയാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല ഇല്ല ജനറൽ ബോഡിയിൽ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അമ്മ ECയിൽ ചെയ്യും. അൻസിബയോ? നമ്മൾ അൻസിബ എനിക്ക് തോന്നുന്നു ജനറൽ സെക്രട്ടറി 2 പ്രാവശ്യം വിളിച്ചു, ഫോൺ എടുത്തിട്ടില്ല. യെസ്, 100%. അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ആ ആ ഇതിൽ സ്ത്രീയോ പുരുഷനല്ല, നമ്മൾ നടന്മാരാണ്. നമ്മുടെ അമ്മ അസോസിയേഷനിൽ നമ്മൾ ഏതാളുടെയും, സ്ത്രീ ആണെങ്കിലും ആണുങ്ങളുടെ ആണെങ്കിലും പ്രശ്നം തന്നെയാണ്. അത് അത്രയേ ഉള്ളൂ. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ദെർസ് നോ ജെൻഡർ ഇൻ ദിസ്. ആർട്ടിസ്റ്റിനൊരു ജെൻഡേഴ്സ് ഇല്ല.